ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട കിള്ളി പങ്കജകസ്തൂരി അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇവിടെ എനിക്കിപ്പോൾ ഉള്ളത് ഡ്രൈവേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രാവിലെ കൈനീട്ടം ഓടിയവരുണ്ട്, ഓടാത്തവരുണ്ട്. എന്തായാലും ഇപ്പോൾ മണി 11 മണിയായിട്ടുണ്ട്. ഇതിവിടെ ഒരു 5 ഡ്രൈവർമാരുണ്ട്. അപ്പോൾ ആരൊക്കെ കൈനീട്ടം ഓടിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ഞാൻ ഇപ്പോൾ ഓരോരുത്തരായിട്ട് അഭിപ്രായം ചോദിക്കുകയാണ് കേട്ടോ. നമസ്കാരം, എന്താണ് പേര്? ഗോപൻ. കൈനീട്ടം ഓടിയായിരുന്നു കേട്ടോ? ഓടിയില്ല. സമയം ഇപ്പോൾ എത്രയായി? ഇന്നലത്തെ നേരമോ? ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. കണ്ണാകൊണ്ട് വർത്താനം പറയണ്ട. 10 കഴിഞ്ഞു, ഇതുവരെ കൈനീട്ടം ഓടിയില്ല. സാധാരണ ഇതാണോ അവസ്ഥ ഇവിടത്തെ? നേരത്തെ ഓടും. ഓക്കെ. ഒരു ദിവസം ശരാശരി എത്ര രൂപയ്ക്ക് ഓടും? 2500 രൂപയ്ക്ക് ഓടും. അത് ഇത്തിരി കുറഞ്ഞു ഇല്ലേ? ഓക്കെ, അടുത്ത ആളിൻ്റെ അടുത്ത് പോവാം. ചേട്ടാ കൈനീട്ടം ഓടിയോ ചേട്ടാ? ചേട്ടൻ്റെ പേരെന്താണ്? ബൈജു എന്നാണ്. ഓക്കെ, ശരാശരി എത്ര രൂപയ്ക്ക് ഓടും? ഇവിടെ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഓട്ടം? സ്റ്റാൻഡിൽ ഓട്ടമാണോ അതോ ഫോൺ ഓട്ടമാണോ? ഫോൺ ഓട്ടമാണ് അല്ലേ? ഓക്കെ. അടുത്ത ഒരാൾ കൂടെ ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താണ്? ബാബുജി. ഓക്കെ. ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്? കുരിശടി കിള്ളി. ഓക്കെ. ചേട്ടൻ എങ്ങനെയാണ് ഇവിടുത്തെ ഓട്ടങ്ങളെ വിലയിരുത്തുന്നത്? എങ്ങനെയാ ഓടും? 1500 രൂപയ്ക്ക് ഓടും. കൈനീട്ടം ഓടിയോ ഇത് സമയമായിട്ട്? 30 രൂപയ്ക്ക് ഓടി. എത്ര മണിയായി? 11 മണിയായി. 11 മണിയായപ്പോൾ 30 രൂപയ്ക്ക് ഓടി. ഇതാണ് അവസ്ഥ. സാധാരണ ഇങ്ങനെയാണല്ലേ? ഇങ്ങനെയാണ്. 11 മണി 10 മണിയൊക്കെയാണ് കൈനീട്ടം. എത്ര മണിക്കാണ് സ്റ്റാൻഡിൽ വരുന്നത്? ഓക്കെ. എത്ര മണിക്കാണ് നിങ്ങൾ സ്റ്റാൻഡിൽ വരുന്നത്? 7 മണി 8 മണിക്കാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഈ നമുക്കിപ്പോൾ ഓണസമയമാണല്ലോ, ഓണക്കാലമാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡിൽ ഓട്ടത്തെ വിലയിരുത്തി കാണുന്നത്? എങ്ങനെയാണ് ഓട്ടം കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ അതോ എന്നത്തെ പോലെ ആയിരിക്കും? എന്താണ് സാധാരണ അവസ്ഥ ഒന്ന് പറയാൻ പറ്റുമോ? ഓണം സമയം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബോണസൊക്കെ വാങ്ങിച്ച് വന്നാലേ ഓട്ടങ്ങൾ കിട്ടും. അപ്പോൾ ശരിക്കും ഓണത്തിൻ്റെ ഓട്ടങ്ങളൊന്നും സ്റ്റാർട്ട് ആയിട്ടില്ല, ഇനിയാണ് ആവുന്നത്. എല്ലാവരുടെ കയ്യിലും ബോണസും പൈസയൊക്കെ കിട്ടി വന്നാൽ ഓണത്തിൻ്റെ ഓട്ടങ്ങൾ വരുള്ളൂ. അത് തന്നെയാണ് അഭിപ്രായം ബാബുജി? അത് തന്നെ അഭിപ്രായം. സാറിൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഓക്കെ. നിങ്ങൾ ഇവിടെ എത്ര വണ്ടിയുണ്ട് ഈ സ്റ്റാൻഡിൽ? 40 വണ്ടിയുണ്ടോ? അത് ശരി. ഓക്കെ. അപ്പോൾ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിൽ നന്ദിയുണ്ട്.